എന്നെ പോലെ ആക്നെയും ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെയാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ ദെൻ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിൽ ഞാൻ ഇതിന് മുന്നേയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ലാസ്റ്റ് ഇയർ ഒരു ഹെവി ബ്രേക്ക്ഔട്ട് സെഷൻ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആക്നീസ് ഔട്ട് ഓഫ് നോവെയർ വരാൻ തുടങ്ങി ആൻഡ് ആക്നെ മാർക്സ് ആയി, അത് ഫെയ്ഡ് ഔട്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ കുറച്ചൊന്ന് എടുത്ത് നിന്ന് കുറച്ച് കൂടുതൽ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടു. എനിക്ക് എന്താ പറ്റിയെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആകെ മൊത്തൊരു കിളിപോയ അവസ്ഥയായിരുന്നു. സോ ഫസ്റ്റ് എൻ്റെ ആക്നെ സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സോ ആക്നെ ജേർണി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഗ്ലോറിഫൈ എന്ന് പറയുന്ന ഉണ്ട്, ബട്ട് ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് ടൈം. പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഔട്ട് ഓഫ് നോവെയർ ജാനുവരി ആ ഒരു ടൈം ആയപ്പോഴത്തേനും ആക്നീസ് വരാൻ തുടങ്ങി, പിഗ്മെൻറ്റേഷനായി, ഡാർക്ക് സ്പോട്ട്സിൻ്റെ ഇഷ്യൂസായി. സോ വാട്ട് ഐ ഇനീഷ്യലി ഡിഡ് വാസ്, ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു. മേ ബി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്ത് നോക്കി, ബട്ട് ഇറ്റ് വാസ് നോട്ട് ഗോയിങ് അവേ ആൻഡ് കൂടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡൊക്കെ ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്ത് നോക്കി, മേ ബി വർക്ക് ആവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. ബട്ട് നോ, ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ്. ജനറലി എനിക്ക് പിഗ്മെൻറ്റേഷനും ആക്നെയും വരുമ്പോൾ സാലിസിലിക് ആസിഡ്, ആൽഫ ബ്യൂട്ടിൻ ഇതുപോലത്തെ പ്രൊഡക്ട്സ് വർക്ക് ആവുന്നതാണ്. ബട്ട് അതൊന്നും വർക്ക് ചെയ്യാതായി. അപ്പം എനിക്ക് മനസ്സിലായി ദിസ് ഇസ് സംതിങ് എൽസ്. ഞാൻ ഡോക്ടറെ പോയി കാണിച്ചു ആൻഡ് ഡോക്ടർ ടാബ്ലറ്റ്സ് എടുക്കുന്നു എന്ന് ചോദിച്ചു. ബട്ട് എനിക്ക് ടാബ്ലറ്റ്സ് എടുക്കാൻ ഭയങ്കര മടിയാണ്, എനിക്കിഷ്ടമല്ല ബേസിക്കലി ടാബ്ലറ്റ്സ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ്സ് ഒഴിവാക്കി ആൻഡ് ക്രീംസ്, ഓയിൽമെൻറ്റ് അതുപോലത്തെ മാത്രം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഷീ പ്രിസ്ക്രൈബ്ഡ് സം ഓയിൽമെൻറ്റ്സ്, ട്രീറ്റ്മെൻറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്തു 1-2 അത് ഞാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ 2 മാസത്തിന് യൂസ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ആക്നെയൊക്കെ ഒന്ന് റെഡ്യൂസായി, ഒന്ന് സെറ്റിൽ ആവാൻ തുടങ്ങിയത്. കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നില്ല, ബട്ട് നല്ലപോലെ ഒന്ന് കൺട്രോൾ ആയിട്ടോ എങ്കിലും വരുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞാനൊരു റുട്ടീൻ ബിൽഡ് ചെയ്തു. ആ റുട്ടീൻ തന്നെ സ്റ്റേബിളായിട്ട് ഫോളോ ചെയ്തു. എന്നിട്ട് ഹിയർ വി ആർ. നല്ലൊരു മാറ്റമുണ്ട് ഈ വർഷം. ഐ തിങ്ക് മൈ സ്കിൻ ഇസ് ബിഹേവിങ് പ്രിറ്റി വെൽ. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ആക്നെ മാർക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഫെയ്ഡ് ആയിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, ബട്ട് ഇത്ര എത്തി തന്നെ ഐ എം മോർ ദാൻ ഹാപ്പി. സോ ഐ ആം നോട്ട് സമ്മൺ ഹൂ വാണ്ട്സ് എ ഫ്ലോലെസ് സ്കിൻ. ഓക്കെ, ഒരു ഡാർക്ക് സ്പോട്ടോ ഒരു തരത്തിലുള്ള പിഗ്മെൻറ്റേഷനോ അങ്ങനത്തെ ഒരു ഫ്ലോലെസ് സ്കിൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ബിക്കോസ് ഐ നോ അങ്ങനത്തെ ഒരു ഫ്ലോലെസ് സ്കിൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു. നമ്മുടെ ഫുഡ് ഇൻടേക്ക്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നും അതുപോലെ ഗ്ലോയിങ് ആവുള്ളൂ. ഈവൻ വാട്ടർ ഇൻടേക്ക് എല്ലാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫ്ലോലെസ് സ്കിൻ, ഇടയ്ക്കൊരു പിമ്പിൾ വരുന്നതിൽ വിരോധമുള്ള ഒരാളല്ല. ആൻഡ് അതൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്ന ആളും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടറെ കാണിക്കാൻ കുറച്ച് വൈകിയതും. ബിക്കോസ് ഇനീഷ്യലി 1-2 മാസമൊക്കെ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഇതിപ്പോൾ വന്ന് പോവുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ലൈറ്റായിട്ട് എടുത്തു. പിന്നെ ഞാൻ എൻ്റെ ട്രസ്റ്റഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും കുറയാതെ വന്നപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയത്. ഇതിലൊരു കാരണമാവാം എന്ന് എനിക്ക് തോന്നിയത് ലാസ്റ്റ് ഇയർ ആ ഒരു ഏർലി മാസങ്ങളിൽ എനിക്ക് കുറച്ച് ബ്ലോട്ടിങ്, അസിഡിറ്റി, കുറച്ചൊരു ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടും കൂടെ ആവാം എന്ന് എനിക്ക് തോന്നി. സോ ആദ്യം ഞാൻ അതാണ് ട്രീറ്റ് ചെയ്തത്. സ്കിന്ന് ചിലപ്പോൾ ഭേദമാവുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ബട്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു റിസൾട്ട് ഞാൻ കണ്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കില്ലായിരിക്കും, എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂ എന്തെങ്കിലും ആവാം. എനിക്ക് എന്താണ് റീസൺ എന്നുള്ളത് എക്സാക്ട്ലി പറയാൻ അറിഞ്ഞുകൂടാ. ബട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആൻഡ് ദിസ് ഇസ് ഓൾ ദാറ്റ് ഹാപ്പൻ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് അറിയാമോ, എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഓക്കെ ആക്നെ മാർക്സ് ഒക്കെ ഇങ്ങനെ വരും പോവും എന്നൊക്കെ വിചാരിച്ചാൽ അതൊരു ആ ഒരു രീതിയിൽ തന്നെ ലൈറ്റായിട്ട് എടുക്കുന്നവരുണ്ടാവും. ഓക്കെ, ഭയങ്കര ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആവാതിരിക്കുന്നവരുണ്ടാവും എന്നെപ്പോലെ. പക്ഷേ സൊസൈറ്റി അതിന് നമ്മളെ സമ്മതിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് മാസങ്ങളായിരുന്നു അത്. ഞാനത് ലൈറ്റായിട്ട് എടുക്കുമ്പോഴും കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴോ ആരെങ്കിലും കോൾ ചെയ്യുമ്പോഴോ ഒക്കെ എന്നോടെല്ലാം ചോദിക്കും, അയ്യോ എന്ത് പറ്റി, കുറേ ആക്നെ വന്നല്ലോ, കുറേ ആക്നെ മാർക്സ് ആണല്ലോ, എന്ത് പറ്റി, ഒരുപാട് ആക്നെ മാർക്സ് ആണല്ലോ. എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അയ്യോ കുറേ ആക്നെ മാർക്സ് വന്നല്ലോ, കുറേ ആക്നെ ഉണ്ടല്ലോ, ഇതെന്താ ഇത്, എന്തെങ്കിലും കുറേ ക്രീം വാരി തേക്കുന്നതിൻ്റെ ആണോ, നീ എന്തൊക്കെയൊക്കെയോ മുഖത്ത് തേക്കുന്നു, ഇതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആവുന്നത്. അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ പ്രശ്നമാണോ, ഇത്രയ്ക്ക് വലിയൊരു പ്രശ്നമായിരുന്നോ, അല്ലെങ്കിൽ ഇത്രയ്ക്കൊരു പ്രോബ്ലം ഉണ്ടോ എൻ്റെ മുഖത്ത് എന്നൊക്കെ എനിക്ക് തന്നെ തോന്നി തുടങ്ങിയത് അപ്പോഴാട്ടോ.
ആൻഡ് അത് പിന്നെ ഒരു കുറച്ച് ഇൻസെക്യൂരിറ്റി ആയിട്ട് മാറാനും തുടങ്ങി. ഞാൻ അധികം ഫൗണ്ടേഷൻസോ ലൈക്ക് ഫുൾ ഫേസിൽ കൺസീലർ ഇടാനൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നില്ല. ബട്ട് ഈ ചോദ്യങ്ങളൊക്കെ വന്ന് എനിക്ക് തന്നെ ഇതൊരു ഇൻസെക്യൂരിറ്റി ആയി മാറിയപ്പോൾ there were times that ഞാൻ എപ്പോൾ പുറത്തിറങ്ങുമ്പോഴും ഐ യൂസ് ടു വെയർ കൺസീലർ ഓർ ഫൗണ്ടേഷൻ. ഞാൻ പറയുന്നത് ഓൾ ഓവർ മൈ ഫേസ്. ഓക്കെ, ദാറ്റ് ഇസ് ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമുക്ക് മേജർലി ആക്നെ വരുന്നത്. സോ ഈ ഏരിയയിലൊക്കെ ഫൗണ്ടേഷനും ഓർ കൺസീലറൊക്കെ യൂസ് ചെയ്ത് ഈ ആക്നെ കവർ ചെയ്ത് നടക്കുന്ന ഒരു അവസ്ഥ വരെ ഓർ ആക്നെ മാർക്സിനെ കവർ ചെയ്ത് നടക്കുന്ന ഒരു അവസ്ഥ വരെ എത്തിയായിരുന്നു കേട്ടോ. സോ അപ്പോഴാണ് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവർ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ളവർ തന്നെ നമ്മളെങ്ങനെ അത് ചൂണ്ടിക്കാണിച്ച് ഭയങ്കരമായിട്ട് ഒരു തളർത്തുന്നൊരു ലെവൽ വരെ എത്തുന്നതെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ദർ മൈറ്റ് ബി സം പീപ്പിൾ ഹു ഫേസസ്, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല, കുറച്ച് പേരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ അവർക്ക് ഞാൻ ഈ പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. സോ ആഫ്റ്റർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഫോം ചെയ്തൊരു റുട്ടീൻ ഓർ സംതിങ് ദാറ്റ് ഹാസ് റിയലി വർക്ക്ഡ് ഫോർ മീ എന്നുള്ളൊരു റുട്ടീനാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് വെരി സിമിലർ ടു സ്കിൻ സൈക്ലിംഗ്. കുറച്ച് പേർക്കെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരായിരിക്കും സ്കിൻ സൈക്ലിംഗ്. സോ വാട്ട് സ്കിൻ സൈക്ലിംഗ് ബേസിക്കലി ഈസ് ദാറ്റ് നമ്മളൊരു റുട്ടീൻ, ദാറ്റ് ഈസ് ഡേ 1 നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യും, ഡേ 2 നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യും, ഡേ 3 ആൻഡ് ഡേ 4 ബ്രേക്ക് ഓർ റിസ്റ്റോർ, റിപ്പയർ ചെയ്യുന്ന പോലത്തെ രീതിയിലെ പ്രൊഡക്ട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യും. സോ ഈ ഒരു 4 ഡേ റുട്ടീൻ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് സ്കിൻ സൈക്ലിംഗ്. പക്ഷെ സ്കിൻ സൈക്ലിംഗ് മേജർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓർ അതിൻ്റെ ഒരു കീ എലമെൻ്റ് എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. ഞാൻ എൻ്റെ റുട്ടീനിൽ റെറ്റിനോൾ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഇത്തവണ റെറ്റിനോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എല്ലായ്പ്പോഴും റെറ്റിനോൾ യൂസ് ചെയ്ത് ഓർ റെറ്റിനോൾ ഒരു സ്റ്റേപ്പിളായിട്ട് കൊണ്ടു നടക്കണ്ടെന്ന് എനിക്കൊരു ഫീലിംഗ് വന്നുകൊണ്ട് ഐ തോട്ട് ഓക്കെ, വിത്തൗട്ട് റെറ്റിനോൾ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിനെ മാറ്റി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം എന്നുള്ളൊരു രീതിയിലാട്ടോ ഞാൻ ഇത്തവണ പോയത്. സോ ദിസ് ടൈം ഐ ഡിഡ് നോട്ട് യൂസ് എനി സോർട്ട് ഓഫ് റെറ്റിനോൾ. എൻ്റെ സ്കിന്നിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഞാൻ ബിൽഡ് ചെയ്തെടുത്ത ഒരു സ്കിൻ കെയർ റുട്ടീൻ, ദാറ്റ് ഇസ് ഒരു വീക്ക്ലി സ്കിൻ കെയർ റുട്ടീൻ. എൻ്റെ മേജർ കൺസേൺസ് ആയിരുന്നു പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുക ഓർ ആക്നെ റെഡ്യൂസ് ചെയ്യുക ആൻഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ റുട്ടീൻ ഫോം ചെയ്തത്. ഫസ്റ്റ് ഡേ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, സെക്കൻഡ് ഡേ ട്രീറ്റ് ചെയ്യുക, തേർഡ് ഡേ ഒരു റിസ്റ്റോർ ഓർ റിപ്പയർ ഡേ പോലെ വെക്കുക. ഓക്കെ, ഇതേ 3 ദിവസത്തെ റുട്ടീൻ തന്നെ ഈ റുട്ടീൻ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് ഫോളോ ചെയ്യാം. ഇഫ് നോട്ട് വീക്ക്ലി ഒരു റുട്ടീൻ പോലെ എഴുതി വെച്ച് ആ ഒരു റുട്ടീൻ പോലെ ഫോളോ ചെയ്യണമെന്നാണെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ഫസ്റ്റ് ഡേ ഓർ മൺഡേ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, ട്യൂസ്ഡേ ട്രീറ്റ് ചെയ്യുക, ഒരു റെസ്റ്റ് ഡേ ഓർ ഒരു റിസ്റ്റോറേറ്റീവ് ഒരു റിപ്പയർ, സ്കിന്നിനൊരു റിപ്പയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ദിവസമായിട്ട് വെക്കുക. ഐ സേ ഇൻ ഡീറ്റെയിൽ. ആൻഡ് നെക്സ്റ്റ് ഡേ എഗെയിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, നെക്സ്റ്റ് ഡേ എഗെയിൻ ട്രീറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ഫ്രൈഡേ വീണ്ടും ട്രീറ്റ് ചെയ്യുക. സാറ്റർഡേ ഓർ 6th ഡേ നമുക്ക് റെസ്റ്റ് ഡേ ആയിട്ട് വെക്കാം. ലാസ്റ്റ് ഡേ ഓർ സൺഡേ എഗെയിൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് വെക്കാം. ഇങ്ങനൊരു റുട്ടീൻ ഫോളോ ചെയ്യാൻ എപ്പോഴും നല്ലതാണ്. ബിക്കോസ് വി വിൽ നോ നമ്മൾ എത്ര ദിവസമാണ് ഒരാഴ്ചയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ എത്ര ദിവസമാണ് ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, നമ്മൾ എത്ര ദിവസമാണ് സ്കിന്നിനൊരു റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റ് ഡേ ഓർ ഒരു ബ്രേക്ക് ചെയ്ത് ഒരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് നമ്മൾ സ്കിന്നിന് ആ ഒരു ടൈം കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും ഇതുപോലത്തെ ഒരു റുട്ടീൻ ഒന്ന് ഫോം ചെയ്ത് നമുക്ക് ഫോണിൽ നോട്ട്സ് ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ എവിടെയാണുള്ളത് അവിടെ നമുക്ക് ലൈറ്റായിട്ട് ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തത്. അതായത് മൺഡേ ഇതാണ് നമ്മൾ ചെയ്യുന്നത്, ട്യൂസ്ഡേ ഇതാണ് നമ്മൾ ചെയ്യുന്നത്, തേഴ്സ്ഡേ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു റുട്ടീൻ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്തു, നാളെ വീണ്ടും എക്സ്ഫോളിയേറ്റ് ചെയ്തു, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. സോ ആ ഒരു രീതിയിൽ എപ്പോഴും ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോം ചെയ്ത് അത് ഫോളോ ചെയ്യുന്നതാണ് ദി ബെസ്റ്റ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈച്ച് ഡേ എന്തൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുണ്ട്. ദാറ്റ് ഈസ് ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഓടിപ്പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് എങ്ങനെ വേണോ ഓർ നിങ്ങളുടെ കൺസേൺ എന്താണോ അതിനനുസരിച്ച് മാത്രം പ്രൊഡക്റ്റ് മേടിക്കുക. ആൻഡ് നിങ്ങൾ ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു റുട്ടീൻ ആണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങാം ഓർ എങ്ങനെ ബിൽഡ് ചെയ്ത് വരാമെന്നുള്ളത് ഞാൻ ഇപ്പം ഈ ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺ. ഫസ്റ്റ് ഡേ എക്സ്ഫോളിയേഷൻ. സോ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ദിവസം ബേസിക്കലി നമ്മളൊരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് യൂസ് ചെയ്യാണ്, AHA, BHA ഓർ PHA. ഇഫ് നോട്ട് ഓർ യു ക്യാൻ യൂസ് എ മിക്സ് ഓഫ് ബോത്ത് ടു. ഞാൻ
പേഴ്സണലി 2 എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. രണ്ടും ഒന്നിച്ചല്ല, ഡിഫറെൻറ്റ് ഡേയ്സ് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ റൂട്ടീനിൽ വീക്ക്ലി 2 ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. സോ ഈ 2 ദിവസങ്ങളിൽ ഞാൻ 2 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഗ്ലൈക്കോളിക് ആസിഡാണ് ഫസ്റ്റ് ഡേ. ബിക്കോസ് ഗ്ലൈക്കോളിക് ആസിഡ് ആക്നെ മാർക്സിനും സ്പോട്സിനും ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡേ ഓർ 2 ദിവസം കഴിഞ്ഞ് ഞാൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ദിവസം ഞാൻ യൂസ് ചെയ്യുന്നത് BHA ആണ്. ദാറ്റ് ഈസ് സാലിസിലിക് ആസിഡാണ്. ബിക്കോസ് സാലിസിലിക് ആസിഡ് നമ്മുടെ പോസിനൊക്കെ അൺക്ലോഗ് ചെയ്ത് നമ്മുടെ ആക്നെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡാണ്. സോ ആക്നെ ഉള്ളവർക്ക് നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡാണ് BHA ഓർ സാലിസിലിക് ആസിഡ്. ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഈ 2 പ്രൊഡക്റ്റാണ്. ദാറ്റ് ഈസ് ഗ്ലൈക്കോളിക് ആസിഡ് ഫ്രം ഓർഡിനറി. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഗ്ലൈക്കോളിക് ആസിഡാണ്. ആൻഡ് ഇത് ഭയങ്കര പോട്ടൻ്റ് ആണ്. 7% ഗ്ലൈക്കോളിക് ആസിഡാണ് വരുന്നത്. സോ ബിഗിനേഴ്സ് ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ സ്മോളർ പെർസെൻറ്റേജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് അണ്ടർ 5% ആയിട്ടുള്ള ടോണേഴ്സ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന BHA ഇതാണ്. ഇത് കോസാറെക്സിൻ്റെ പവർ ലിക്വിഡാണ്. ദാറ്റ് ഇസ് ബ്ലാക്ക് ഹെഡ് പവർ ലിക്വിഡാണ്. ഇതിലുള്ളത് സാലിസിലിക് ആസിഡാണ്. വിലോബാർക്ക് എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ വരുന്നത്. സോ കുറച്ചുകൂടെ ഒരു മൈൽഡർ വേർഷൻ ഓഫ് സാലിസിലിക് ആസിഡ് എന്ന് പറയാം. ഞാൻ ഇതാണ് സാലിസിലിക് ആസിഡ് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വേറെയും 2 എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഡ്രയർ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യാം എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട്. ഇവിടെ ലാക്റ്റിക് ആസിഡും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്സിനും ഒക്കെ ഒരു ലെവൽ വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡാണ്. സോ ലാക്റ്റിക് ആസിഡ് ഇസ് ഓൾസോ എ ഗുഡ് ചോയ്സ്. ഇഫ് നോട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ BHA. കുറച്ച് മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് ആസിഡാണ്, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വർക്ക്സ്. ബേസിക്കലി ഈ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന ദിവസം ഐ യൂസ് നോ അതർ ആക്റ്റീവ്. ജസ്റ്റ് ഒരു ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ ഓർ ഒരു കാമിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യുക വിത്തൗട്ട് എനി ആക്റ്റീവ് ആസിഡ്സ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതാണ് എൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് റൂട്ടീൻ ഫോർ നൈറ്റ്. ഓക്കെ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മൊത്തം രാത്രിയെ കുറിച്ചാട്ടോ. രാവിലെ കുറിച്ച് ഞാൻ പറയാം, ബട്ട് രാത്രിയാണ് നമ്മൾ ഈ ഒരു സ്കിൻ സൈക്ലിംഗ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടോണർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. യു ക്യാൻ യൂസ് എ ടോണർ, യു ക്യാൻ യൂസ് എ സീറം, ഓർ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ് മാസ്കും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് സെക്കൻഡ് ഡേ ആയിട്ട് വരുന്നത് ട്രീറ്റ് ചെയ്യുന്ന ദിവസമാണ്. നമ്മൾ ആക്നെ മാർക്സിനെയും സ്പോട്സിനെയും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ദിവസമാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഡേ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ബിക്കോസ് ആക്നെ മാർക്സിനും ഡാർക്ക് സ്പോട്സ് പിഗ്മെൻറ്റേഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല ആസിഡ്സ് ഓർ ആക്റ്റീവ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്റ്റീവ് ചൂസ് ചെയ്തിട്ട് ആ ഒരു ആക്റ്റീവ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഫോളോ ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഇത് 3 ആയിരിക്കും. ഫസ്റ്റ് ഓഫ് കോഴ്സ് ഇതൊരു നോ ബ്രെയിനർ ആണ്. ഇറ്റ് ഈസ് വിഷ് കെയർ വൈറ്റമിൻ സി സീറം. ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂ സ്കിൻ കെയർ ഫൈൻസ് എന്നുള്ള. ആ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കാം. ഓക്കെ. സോ വൈറ്റമിൻ സി നല്ലൊരു ഓപ്ഷനാണ് ആക്നെ മാർക്സും ഡാർക്ക് സ്പോട്സിനൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അടുത്തൊരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ആൽഫ അബ്യൂട്ടിൻ. ഇത് മിനിമലിസ്റ്റിൻ്റെ ആൽഫ അബ്യൂട്ടിൻ ആണ്. ഇത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 3-4 ഇയേഴ്സ് ബാക്ക് തൊട്ട് ഞാൻ ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്റ്റീവാണ്. ഇറ്റ് റിയലി വർക്ക്സ് ആൻഡ് ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ് ഓൺ ദ സ്കിൻ ടു. അടുത്ത ഓപ്ഷൻ ഇസ് ട്രാനെക്സാമിക് ആസിഡ്. ഇതും മിനിമലിസ്റ്റിൻ്റെ ട്രാനെക്സാമിക് ആസിഡ് ആണ്. ഇതും ഞാൻ കുറേ നാളായിട്ട് ഓൺ ആൻഡ് ഓഫ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ പണ്ട് തൊട്ടിട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കുറച്ചൊരു ഓയിലി ആണ്. സോ ഭയങ്കര ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ ഐ വുഡ് നോട്ട് സജസ്റ്റ് ദിസ് ഫോർ യു. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഡാർക്ക് സ്പോട്സിലും പിഗ്മെൻറ്റേഷനൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. സോ കോമ്പിനേഷൻ നോർമൽ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. രാത്രി ടൈമിൽ യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ല കേട്ടോ. സോ ദിസ് ഇസ് എ നൈസ് ചോയ്സ്. നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് നയാസിനമൈഡ്. സോ നയാസിനമൈഡ് ഇത് എൻ്റെ കയ്യിലുള്ളത് ഓർഡിനറിയുടെ നയാസിനമൈഡ് 10% പ്ലസ് സിങ്ക് ആണ്. ഇത് ബേസിക്കലി ആക്റ്റീവ് ആക്നീസും പ്ലസ് ഡാർക്ക് സ്പോട്സ് പിഗ്മെൻറ്റേഷൻ പ്രോബ്ലം ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഇത്. ബിക്കോസ് ഇതിൽ സിങ്ക് ഉണ്ട്.
സോ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ആക്നെയൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. പുറത്തുള്ള കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. ബിക്കോസ് അവരുടെ ആക്നെ റൂട്ടീൻ ഓർ ആക്നെ ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കണ്ടൊരു പ്രൊഡക്റ്റാണിത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് വലിയൊരു എഫക്റ്റീവായി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷേ ഇതിന് നല്ലൊരു മാറ്റിഫൈ ഫിനിഷ് ഉണ്ട്. സോ രാവിലെ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആട്ടോ. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്ത 2 നല്ല ഓപ്ഷൻസ് എന്ന് പറയുന്നത് കോജിക് ആസിഡാണ്. സോ കോജിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള സീറംസും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് വേറൊരു നല്ല ഓപ്ഷനാണ് അസീലിക് ആസിഡ്. അസീലിക് ആസിഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭയങ്കര ഫാർമസി ബേസ്ഡ് ഓർ ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആക്റ്റീവാണ് അസീലിക് ആസിഡ്. യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് ടു. ഇത് രണ്ടും നല്ലപോലെ ആക്നെ മാർക്സിനും സ്പോട്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആക്റ്റീവ്സ് ആണ്. 3rd ഡേ വരുന്നത് റിസ്റ്റോർ ഓർ റിപ്പയർ ഓർ ഒരു റെസ്റ്റ് ഡേ പോലെയാണ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള കാമിങ് ആയിട്ടുള്ള സൂതിങ് ആയിട്ടുള്ള ആക്റ്റീവ്സ് മാത്രം യൂസ് ചെയ്യാം. ഈ ഒരു ദിവസം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ ബൂസ്റ്റ് ഫേസ് സീറമാണ്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര കാമിങ് ആയിട്ടുള്ള ഒരു സീറമാണ്. ഇതിൽ സ്കിന്നിന് മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്ന കാം ചെയ്യുന്ന ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഹൈലറോണിക് ആസിഡും സെറമൈഡ്സ് ഒക്കെ ഉണ്ട്. സോ ദിസ് ഇസ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ്. ഇതും ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ ചെക്ക് ദാറ്റ് വീഡിയോ ഔട്ട് ഫോർ മോർ ഡീറ്റെയിൽസ്. അടുത്ത ഓപ്ഷൻ ഇസ് എഗെയിൻ കോസാറക്സിൻ്റെ ദി 6 പെപ്റ്റൈഡ് സ്കിൻ ബൂസ്റ്റർ സീറം ആണ്. ഇത് ഒരു എസെൻസ് പോലെ വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ സീറം, ഇറ്റ്സ് നോട്ട് എ ടോണർ. ആ ഒരു ടൈപ്പ് ഓഫ് ഒരു കൺസിസ്റ്റൻസി ആട്ടോ. ഇതിലും ഹൈലറോണിക് ആസിഡും അമിനോ ആസിഡ്സും പെപ്റ്റൈഡ്സും ഒക്കെ ഉണ്ട്. സോ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് കാം ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. സോ യു ക്യാൻ ട്രൈ ദിസ് വൺ ഔട്ട്. ഇഫ് നോട്ട്, ഹിയർ കംസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്രൊഡക്റ്റ്, സ്നെയിൽ മ്യൂസിൻ എസെൻസ് ഫ്രം കോസാറക്സ്. ഇതും ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര കാമിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഐ തിങ്ക് ദിസ് ഇസ് മൈ 2nd or 3rd ബോട്ടിൽ ഇഫ് ഐ എം നോട്ട് റോങ്. ഇതുപോലത്തെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഇത്. ഇനി ഈ ഒരു റിസ്റ്റോർ ഡേ ഓർ ഒരു റിപ്പയർ ഡേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റ് മേടിക്കേണ്ടതെന്നാണെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ജസ്റ്റ് യൂസ് എ മോയ്സ്ചറൈസർ. നിങ്ങൾ മുഖം വാഷ് ചെയ്യുക, ഒരു മോയ്സ്ചറൈസർ ഇടുക, ദെൻ ഡസ്റ്റഡ്. വേറെ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുക ഈ ഒരു ദിവസം. ഓക്കെ, ബിക്കോസ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹീൽ ചെയ്യാനും നല്ല രീതിയിലൊന്ന് ഹൈഡ്രേറ്റ് ചെയ്തൊന്ന് കാം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ദിവസമാണ് ഈ ദിവസം. ഇതുപോലെ സിമ്പിളായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാം. സോ ബേസിക്കലി ഈ 3 ദിവസം നമ്മുടെ റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, നെക്സ്റ്റ് ഒരു ടോണർ, കാമിങ് ആയിട്ടുള്ളൊരു ടോണറോ അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ടോണർ യൂസ് ചെയ്യുക, ബേസിക് ആയിട്ടുള്ളൊരു ടോണർ. ഓക്കെ, അതിനുശേഷം എന്താണോ നമ്മൾ ആ ദിവസം ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ്ഫോളിയേഷൻ ഡേ ആണെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ആസിഡ് ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഓർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഏത് ഒരു ആസിഡാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ആക്റ്റീവ് ഉള്ള ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ആൽഫ ബ്യൂട്ടിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു 3rd സ്റ്റെപ്പിൽ ആൽഫ ബ്യൂട്ടിൻ സീറം അപ്ലൈ ചെയ്യുക. ആൻഡ് ഇഫ് നോട്ട് ഒരു റെസ്റ്റ് ഡേ പോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. 4th സ്റ്റെപ്പായിട്ട് വരുന്നത് ഡയറക്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ടോണർ മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടോണർ പാർട്ട് ഓർ 2nd സ്റ്റെപ്പ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം വരാൻ പോകുന്നൊരു കൺഫ്യൂഷനാണ് വാട്ട് ടു ഡു ഇൻ മോർണിംഗ് ടൈം. അടുത്ത വരാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ. ഹിയർ മൈ ആൻസർ ഇസ് ദാറ്റ് മോർണിംഗ് ടൈമിൽ എപ്പോഴും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഓർ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പാർട്ടാണ്. ഞാൻ എപ്പോഴും രാവിലെ യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു വൈറ്റമിൻ സി സീറം ഓർ ആൽഫ ബ്യൂട്ടൻ സീറം ഓർ ഇത് രണ്ടും അല്ലെങ്കിൽ യു ക്യാൻ യൂസ് എ നയാസിനമൈഡ് സീറം ഫോർ മോർണിംഗ്. രാവിലെ എഗെയിൻ ഫേസ് വാഷ് ചെയ്യുക, ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സീറം യൂസ് ചെയ്യുക ആൻഡ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഓർ എൽസ് നിങ്ങൾക്ക് ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. യുവർ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇസ് സോർട്ടഡ്. ഏതൊരു ആക്റ്റീവ് ആസിഡ് ആണോ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഡേയിൽ രാത്രി യൂസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത് അത് തന്നെ നിങ്ങൾക്ക് രാവിലെ യൂസ് ചെയ്യാം. ഇനി വാട്ട് അബൌട്ട് റെസ്റ്റ് ഓഫ് ദി പ്രൊഡക്ട്സ്, ദാറ്റ് ഇസ് ഫേസ് വാഷിനും മോയ്സ്ചറൈസറിനെയും സൺസ്ക്രീനിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. സോ വാട്ട് അബൌട്ട് ദാറ്റ്? സോ ഫസ്റ്റ് ഫേസ് വാഷ്. ഫേസ് വാഷ് ഞാൻ പേഴ്സണലി ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ബേസ്ഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാനാണ്
പ്രിഫർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ജസ്റ്റ് മൈ പേഴ്സണൽ പ്രിഫറൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറച്ച് എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ഉള്ള ഫേസ് വാഷസ് റെക്കമെൻഡേഷൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് മോയ്സ്ചറൈസർ എപ്പോഴും ബേസിക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അഫോർഡബിൾ, എക്സ്പെൻസീവ് എല്ലാം ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതിൽ നിന്ന് ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിലും രാത്രി മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന പോലത്തെ ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സൺസ്ക്രീൻ, നോൺ നെഗോഷ്യബിൾ, മസ്റ്റായിട്ട് രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ബിക്കോസ് എക്സ്ഫോളിയേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, അതിൽ വേറെ വർത്തനമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എഗെയിൻ ഞാൻ സൺസ്ക്രീനിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് 2-3 വീഡിയോസായിട്ട് ഞാൻ ഒരു 25+ സൺസ്ക്രീൻസ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഓർ നിങ്ങളുടെ പ്രിഫറൻസസ് അനുസരിച്ച് ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റിയൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഓർ നിങ്ങളൊന്ന് ഇതുപോലത്തെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഹൗ ക്യാൻ യു സ്റ്റാർട്ട് എന്നുള്ളതാണ് അടുത്ത നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഒരു ഫേസ് വാഷ്, എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഒരു ഫേസ് വാഷ് വേണം, ഒരു മോയ്സ്ചറൈസർ വേണം, ഒരു സൺസ്ക്രീൻ വേണം. ഓക്കെ, അത് ഞാനീ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ മറ്റ് വീഡിയോസ് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇഫ് യു ഹാവ് നത്തിങ്, സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഓക്കെ, സോ ഈ 3 പ്രോഡക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആഡ് ഓൺസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. ഫസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് സീറം ആഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ സീറംസിൽ നിന്ന് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് സീറം ഓപ്റ്റ് ചെയ്യുക. ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ആ ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് ഡേ. ആൻഡ് ഈ ഒരു സീറം തന്നെ നിങ്ങൾക്ക് രാവിലെയും യൂസ് ചെയ്യാവുന്നതാണ്. 5th ആൻഡ് ലാസ്റ്റ് പ്രൊഡക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് പ്രൊഡക്റ്റാണ്. ഓക്കെ, എഗെയിൻ ആസ് ഐ സെഡ്, എക്സ്ഫോളിയേറ്റിംഗ് സീറം, ടോണർ ഓർ ഫേസ് മാസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു 5 പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ പെർട്ടിക്കുലർ സ്കിൻ കെയർ റൂട്ടീൻ ഫോം ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റിപ്പയർ ഡേ ഓർ റിസ്റ്റോർ ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഇഫ് നോട്ട്, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, കിടന്നുറങ്ങുക. ഓക്കെ, സിമ്പിൾ. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് നമ്മൾ ഒരൊറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും ഉണ്ടാവത്തില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് ഫോളോയിങ് എ റുട്ടീൻ ആൻഡ് നോട്ട് ജസ്റ്റ് വൺ പ്രൊഡക്റ്റ്. ഇതാണ് എനിക്ക് വർക്ക് ചെയ്ത പ്രൊഡക്ട്സും എനിക്ക് വർക്ക് ചെയ്ത മെത്തേഡും. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുകയാണെങ്കിൽ ദയവായി ലിങ്ക്സ് യൂസ് ചെയ്ത് തന്നെ വാങ്ങിക്കാൻ നോക്കുക. ഇറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദിസ് ചാനൽ. ആൻഡ് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ദാറ്റ് വുഡ് ഓൾസോ മീൻ എ ലോട്ട് ടു മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും